അല്ല ഇതാണോ മറവത്തൂര്? ഇല്ലേ, ഇത് സേത്തുമല ഇല്ലേ? ഇതാണോ മറവത്തൂര്? ഇതിന്റെ ആരും ഒന്നും മിണ്ടാത്ത മറവത്തൂര് കഴിഞ്ഞു. മറവത്തൂരത്തുമ്പോ ഞാൻ പറയാം. മലയാളിയാന്നല്ലേ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത്. അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിനെ അറിയോ? ഇല്ല. എന്റെ അനിയച്ചാരാ. ആണോ? പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. അവന് നിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? കാലൊടിഞ്ഞെന്ന് വെച്ചാ? കാലൊടിഞ്ഞെന്ന് വെച്ചാൽ കാലൊടിഞ്ഞു. എന്തുമാത്രമാണെന്ന് നോക്കിയാലേ അറിയാൻ ആള് കിടക്കും. മറവത്തൂർ എത്തിയല്ലേ? എത്തിയാ പറയാന്ന് പറഞ്ഞില്ലേ? പറയണേ, മറക്കരുത്. എന്നാ എന്നാ എന്നാ? ഓ, ഒന്നുമില്ല. അവിടെ 17 രൂപ തന്നില്ല. നിങ്ങളോട് തന്നെ. ഞാനിവിടെ വണ്ടി നിർത്തിയോണ്ടല്ലേ തനിക്ക് ഇത്രയും പേരുടെ കച്ചവടം കിട്ടിയത്? ഓശാര ഇവിടെ നടപ്പില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ. വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. അതൊക്കെ പറയടോ. കാശ് വെച്ചിട്ട് പോടും. തന്നെ ഞാൻ ബ്രഹ്മാടുത്തം കാണിച്ചോണ്ടല്ലോ. കാണിച്ചാ നീ എന്തിയാടാ? നിന്റെ ചായക്കട നീ ശരിയില്ല. എനിക്ക് അറിയുന്നുണ്ട്. കാശുള്ളല്ല. ശരിയില്ല. ഇതാണ് മറവത്തൂര്. ചേട്ടാ, നമ്മുടെ മൈക്കിളിന്റെ വീട് ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് ഇവിടെ. നിനക്ക് കാശുകളല്ലേ? എത്ര? ഒന്ന് പോയി. നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീട് നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട് പോയാൽ മതി. കുഞ്ഞെടുക്ക അല്ല, നിങ്ങളൊക്കെ ആരാ? അടിച്ച് മൂക്ക് പുറത്ത് കളയും. ഇത് ഏതാടി ഏസത്തുകള്? അല്ല, നിങ്ങൾ എവിടാ താമസിക്കുന്നേ? പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചേരെ വല്യമ്മച്ചി ആണോ? ഞാനും പെണ്ണും പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കൻ എവിടെ പെണ്ണേ? കിടക്കുക. ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടാ നിന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ. ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ, കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ, വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോളൂ. എടാ കുഞ്ഞർക്ക, ഞാൻ വേദനയ്ക്കിപ്പോ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലെ നോക്കാല്. ശരി, ഇച്ചായം പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുന്ന. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്,
അല്ലെ പിന്നെ ഒരു പറളം അങ്ങോട്ട് വരെ പുഴയുണ്ട് ആ ഭാഗത്തായിട്ട്. ഓ എന്നാ പിന്നെ പുഴയിൽ തന്നെ ആയിക്കോട്ടെ. ഓ എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ ആര് പുറപ്പെടാനാ? ഇച്ചായൻ കുളിയഞ്ഞങ്ങ് വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ, നിനക്കറിയാലോ ചായനെ, പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് പോകും. ആ നീ നിച്ചായന് കഴിക്കാൻ തീരുണ്ടാക്ക. ഓ കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ആ ഇതെന്താ മുട്ടയോ കോഴിയിറച്ചി ഇല്ലയോടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലോടി? ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ എങ്കി പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലയോടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യ ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ആ ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടി ചായൻ എന്നാ ഈ നേരത്ത് കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടി ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? ഉവ്വ്, അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. വാ വാ. അയാളാണ്. ആന്നോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. ആരുമായിട്ട് അവൻ കളിക്കണേ. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്ങപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ആ ചാണ്ടിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോര സാർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ട. എന്നെ ചോദിച്ചേ, ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലീന്ന്. ഏയ് അത് ചാണ്ടിച്ചാനായിരിക്കത്തില്ല എന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടതാ. മൂക്കറ്റം തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം.